ന്യൂയോർക്ക് നഗരം പുതുവർഷത്തെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതേസമയം മറ്റൊരിടത്ത് ഒരു സീരിയൽ കില്ലർ തന്റെ ആ രാത്രിയിലെ 29ാമത്തെ ഇരയെയും വകവരുത്തി കഴിഞ്ഞു. ഈ സീരിയൽ കില്ലറെ അന്വേഷിച്ചിറങ്ങുന്ന ഡ്രഗ് അഡിക്റ്റായ എലനോർ എന്ന പെൺകുട്ടിയുടെയും ലമാർക്ക് എന്ന FBI ഏജന്റിന്റെയും കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക. ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സിനിമ തുടങ്ങുന്നത് തന്നെ ന്യൂയോർക്കിലെ ഒരു ന്യൂ ഇയർ ദിനം കാണിച്ചുകൊണ്ടാണ്. ആളുകളെല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കുന്ന തിരക്കിലാണ്. പെട്ടെന്നിങ്ങനെ ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരുന്നവരെ ആരോ വെടിവെച്ച് വീഴ്ത്താൻ തുടങ്ങും. ഒന്നോ രണ്ടോ പേരെയൊന്നുമല്ല, ഒരുപാട് പേരെ ഇങ്ങനെ വെടിവെച്ച് വീഴ്ത്താൻ തുടങ്ങും. ആളുകളൊക്കെ ഇങ്ങനെ ചിതറി ഓടുകയാണ്. പല സ്ഥലങ്ങളിൽ പല ഇടത്തായിട്ട് ഇങ്ങനെ ആളുകൾ വെടിയേറ്റ് വീഴും. ആഘോഷത്തിനിടയിൽ വെച്ച് ചിലർ മരണപ്പെടും, ചിലർ ലിഫ്റ്റിൻ്റെ അകത്ത് വെച്ച് മരണപ്പെടും, ചിലർ സ്നോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടും. പക്ഷേ ഇതെല്ലാം ഒരേ പെരിമീറ്ററിലാണേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സിനിമയിലെ നായികയാണ്. നായികയുടെ പേര് എലനോർ എന്നാണ്. എലനോർ ഒരു ബീറ്റ് പോലീസ് ഓഫീസറാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഈ പോലീസ് കോൺസ്റ്റബിൾ എന്നൊക്കെ പറയില്ലേ, ആ റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്, ഏറ്റവും കീഴ് ഉദ്യോഗസ്ഥ. ഈ വെടിവയ്പ്പ് നടക്കുമ്പോൾ പുള്ളിക്കാർ മറ്റൊരു സ്ഥലത്ത് അവളുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഈ പോലീസുകാരൊക്കെ പോകുന്നത് കണ്ടത്. അവൾക്ക് അപ്പം തന്നെ ഇൻഫർമേഷൻ കിട്ടി, ന്യൂയോർക്കിൽ വെടിവയ്പ്പ് നടന്നിരിക്കുന്നു, പെട്ടെന്ന് അങ്ങോട്ട് വരാനായിട്ട്. അങ്ങനെ അവൾ അങ്ങോട്ട് പോകും. അങ്ങനെ എലനോർ സംഭവ സ്ഥലത്തെത്തും. അപ്പോൾ അവിടെ എല്ലാവരും പേടിച്ചരണ്ടിരിക്കുകയാണ്. ഒരു കൊച്ചുകുട്ടിയൊക്കെ അവരുടെ അച്ഛനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്ത സീൻ എന്താണെന്ന് വെച്ചാൽ, ഈ ബുള്ളറ്റ് വന്ന എലവേഷൻ വച്ചിട്ട് പോലീസുകാർ കൃത്യമായിട്ട് എവിടെ നിന്നാണ് ഈ പ്രതി വെടിയുതിർത്തിരിക്കുന്നതെന്ന് കണ്ടെത്തുന്നതാണ്. അപ്പോൾ അവർക്കൊരു ഒരു സ്പോട്ട് കിട്ടി. പക്ഷെ അത് കണ്ടെത്തിയ ആ സ്പോട്ടിൽ തന്നെ അത് പൊട്ടിത്തെറിക്കും. ഉഗ്ര ശബ്ദത്തോടെ അത് പൊട്ടിത്തെറിക്കും. എല്ലാ ബുള്ളറ്റ് വന്ന ലേസറും വന്ന് നിന്ന സ്ഥലമാണ്. ഉടനെ ഈ പോലീസുകാരെല്ലാം കൂടെ പ്രതി നേരത്തെ നിന്ന് എപ്പോൾ പൊട്ടിത്തെറിച്ച സ്ഥലത്തോട്ട് ഓടിയെത്തും. പക്ഷെ അവിടെ എത്തുമ്പോൾ അവർ കാണുന്ന കാഴ്ച കണ്ട് അവർ നിരാശപ്പെടുകയാണ് ചെയ്യുക. കാര്യം അടച്ചിട്ടിരുന്ന വീടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കില്ലർ എങ്ങനെയോ അതിക്രമിച്ച് കയറിയിരിക്കുകയാണ്. അങ്ങനെ കില്ലറിൻ്റെ ഒരു തുമ്പ് പോലും ഇല്ല, ഒരു എവിഡൻസ് പോലും ഇല്ലാത്ത അവസ്ഥ. അടുത്ത സീനിൽ നമ്മുടെ സിനിമയിലെ അടുത്ത പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കും, FBI ഏജൻറ്റ് മിസ്റ്റർ ലമാർക്ക്. അപ്പോൾ ലമാർക്ക് തൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സീനാണിത്. ഇയാൾ 29 പേരെയാണ് കൊന്നിരിക്കുന്നത്. ഒരു തെളിവ് അവശേഷിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇയാൾ പ്ലാൻ ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് ഇയാൾ പിടിക്കപ്പെടാൻ ഫൈൻഡിങ്സിൽ ഭയങ്കര ഇമ്പ്രസ്ഡ് ആവും. അങ്ങനെ ലമാർക്ക് അയാളെ പേര് പറഞ്ഞ് ഇവളെ പരിചയപ്പെടും. എന്നിട്ട് ചോദിക്കും, നീ എന്തുകൊണ്ടാണ് കില്ലർ ഇത് ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞത്? കാരണം അങ്ങനെ ആസ്വദിക്കുമായിരുന്നെങ്കിൽ അയാൾക്ക് ഈ വെടിവയ്പ്പ് നിർത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവൾ പറയും, ഭക്ഷണത്തിന് എത്ര രുചിയുണ്ടായിരുന്നെങ്കിലും നമ്മൾ വിശപ്പ് തീരുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തും, എന്നിട്ട് വീണ്ടും വിശക്കുമ്പോൾ അത് തുടങ്ങും. അപ്പോൾ അയാൾ പറയും, അപ്പോൾ ഈ കില്ലർ വീണ്ടും ആളുകളെ കൊല ചെയ്യാൻ ഇറങ്ങുമെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, യെസ്, ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കുന്നുണ്ട്. ആ കില്ലർ ഉടനെ അടുത്ത അയാളുടെ കൊലപാതകങ്ങളുമായിട്ട് മുന്നോട്ട് വരുമെന്ന് പറയും. ഇവരുടെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവൾ തിരിച്ച് വീട്ടിൽ പോകും. അവളുടെ വീട്ടിൽ എലനോർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എലനോർ വളരെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് പിന്നീടുള്ള ഷോട്ടുകളിൽ നിന്ന് മനസ്സിലാവും. അങ്ങനെ പിറ്റേന്ന് രാവിലെ എലനോർ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ലമാർക്ക് അവളെ കാണണമെന്ന് അറിയിക്കും. അവൾ ഉടനെ ലമാർക്കിനെ കാണാനായിട്ട് പോവും. ഒരു കഫേയിലേക്കാണ് അവളുടെ അടുത്ത് വരാൻ പറഞ്ഞത്. അവൾ ആ കഫേയിലോട്ട് പോകുമ്പം ലമാർക്ക് മറ്റൊരാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ കുറച്ചങ്ങോട്ട് മാറിയിരുന്നിട്ട് പിന്നീട് ലമാർക്ക് ഇവളെ അടുത്തോട്ട് വിളിക്കും. എന്നിട്ട് ജാക്ക് മക്കൻസി എന്ന് പറഞ്ഞ മറ്റൊരു ഇവളെപ്പോലെ തന്നെ ഒരു ഡിറ്റക്റ്റീവിനെ പരിചയപ്പെടുത്തും. എന്നിട്ട് ലമാർക്ക് ഇവരോട് പറയും, എനിക്ക് 2 വിശ്വസ്തരായ ആളുകൾ ആവശ്യമുണ്ട്. മറ്റ് ഫോഴ്സുകളാണെങ്കിൽ ക്രെഡിറ്റ് എടുക്കാൻ, ഈ പോലീസിൻ്റെ തന്നെ മറ്റ് ഫോഴ്സുകളാണെങ്കിൽ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പരസ്പരം ഇങ്ങനെ പോർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മത്സരബുദ്ധിയോടെ അവരിങ്ങനെ അവരുടെ ഈ മത്സരബുദ്ധി കാരണം ഇവർക്ക് മികച്ച റിസൾട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഈ ഇവരുടെ ഫോഴ്സിൻ്റെ അകത്ത് തന്നെ ചാരന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ പോലീസ് ഫോഴ്സിൻ്റെ അകത്തുള്ള ഒരു പൊളിറ്റിക്സാണ് ഇവർ ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലമാർക്കിന് വിശ്വസിക്കാൻ പറ്റുന്ന 2 ഏജൻറ്റുമാരെ വേണം. അങ്ങനെ എലനോറിനെ അയാൾ മറ്റൊരു വിശ്വസ്തനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ജാക്ക് മക്കൻസിയെ പരിചയപ്പെടുത്തും. എന്നിട്ട് പറയും, ജാക്ക്, ഇത് എലനോർ, നിങ്ങൾ 2 പേരും എനിക്ക് വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കണം. എനിക്ക് വേണ്ട ഇൻഫർമേഷൻസ് മറ്റാരോടും പറയാതെ എൻ്റെ അടുത്ത് കൃത്യമായിട്ട് കൊണ്ടെത്തിക്കണമെന്ന് ഇയാൾ പറയും. അടുത്ത സീൻ കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു സീനാണ്. അതായത് ഈ 3 പേരും കൂടെ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട 29 പേരുടെ ശവശരീരം കാണാൻ പോകുന്നതാണ്. അപ്പോൾ ലമാർക്ക് പറയും, എല്ലാം പെർഫെക്റ്റ് ഷോട്ടുകളാണ്. ഈ കില്ലർ പെർഫെക്റ്റ്ലി ട്രെയിൻഡ് ആയിട്ടുള്ളൊരു കില്ലറാണ്. ഒരു ഷോട്ട് പോലും മിസ്സാക്കിയിട്ടില്ല. ചിലരുടെ നെഞ്ചത്ത്, ചിലരുടെ തലയിൽ, എല്ലാവരും ആ വെടിയുണ്ട കൊണ്ട് ആ സ്പോട്ടിൽ മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സീരിയൽ കില്ലറാണ്. വളരെ പെർഫെക്റ്റ്ലി ട്രെയിൻഡ് ആയിട്ടുള്ള
പ്രോബബിളി മിലിറ്ററി ട്രെയിൻഡ് ആയിട്ട് കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റൊരു ടീം, ഈ പോലീസ് ഫോഴ്സിൽ തന്നെയുള്ളൊരു മറ്റൊരു ടീം ഇവരെ ഇൻഫോം ചെയ്യും. അപ്പോൾ ഇവർ ഉടനെ ആ സംഭവ സ്ഥലത്തേക്ക് ഇവർ 3 പേരും കൂടെ പോകും. അപ്പോൾ ആ സ്ഥലത്തെത്തിയ ഉടനെ ലമാർക്കിനെ പോലെ മറ്റൊരു ടീം ലീഡർ, ലമാർക്കിൻ്റെ അതേ പവറുള്ള ഒരാൾ വന്നിട്ട് പറയും, ഞങ്ങളിതാ ഒരു ചെറുക്കനെയാണ് വളഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എന്താണെന്ന് വെച്ചോ കാണിച്ചോ, നിങ്ങളെ ഇഷ്ടത്തിന് പ്രവർത്തിച്ചോ, ഞാൻ എന്തായാലും തിരിച്ച് എൻ്റെ ഓഫീസിൽ പോവുകയാണ്, കാരണം എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. വീണ്ടും ലമാർക്ക് അയാളുടെ ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവർ നേരെ പോകുന്നത് കഴിഞ്ഞ ദിവസം ആ ഷൂട്ടറിൽ നിന്ന് വെടിവെച്ച ആ ഫ്ലാറ്റ് ഉണ്ടല്ലോ, ആ ഫ്ലാറ്റിൻ്റെ കീ കയ്യിലുണ്ടായിരുന്ന ആളുകളെ ചോദ്യം ചെയ്യാനാണ്. അപ്പോൾ ആ ഫ്ലാറ്റ് റെനോവേറ്റ് ചെയ്തിരുന്നു, അത് പെയിൻ്റ് അടിച്ചിരുന്നു, അത് റെനോവേറ്റ് ചെയ്തിരുന്നു, അതിൽ ഒരുപാട് കാര്യങ്ങൾ പുതുക്കി പണിതിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് ഇവർ കീ കയ്യിലുണ്ടായിരുന്ന അവിടെ ജോലിക്കാരെയൊക്കെ ഇവർ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ്. പലരെയും ചോദ്യം ചെയ്തു, പക്ഷേ അവരിൽ നിന്നൊന്നും ഒന്നും കിട്ടുന്നില്ല. അവർ ആ സമയത്ത് ആ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് ഇവരുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. അങ്ങനെ അവിടെയും അന്വേഷണം വഴിമുട്ടുകയാണ്. പക്ഷെ അപ്പോഴൊക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ വിളിച്ച് ചോദ്യം ചെയ്തവരുടെയൊക്കെ DNA വളരെ ബുദ്ധിപരമായിട്ട് കളക്ട് ചെയ്ത് വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ നേരത്തെ നിനക്കൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് എൻ്റെ അടുത്ത് എത്തിയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, അത് ഞാൻ പെട്ടെന്ന് കൊണ്ട് തരണ്ടാന്ന് വിചാരിച്ചു, താങ്കൾ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ലമാർക്ക് കലിപ്പാവും. അപ്പോൾ എലനോർ ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആകും. കാരണം ഇയാൾ രൂക്ഷമായിട്ട് എലനോറിനെ ചോദ്യം ചെയ്യും. നീ ഒരു ബീറ്റ് പോലീസ് ഓഫീസറാണ്, നിനക്കൊരു ഡിഗ്രി പോലും ഇല്ല, എന്നിട്ട് ഞാൻ എൻ്റെ ടീമിൽ നിന്നെ എടുത്തിരിക്കുന്നത് എനിക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തരാനാണ്, അതിന് പോലും വയ്യെങ്കിൽ കളഞ്ഞിട്ട് പോകൊച്ചേന്നൊക്കെ പറഞ്ഞിട്ട് ഈ എലനോറിനെ ഊക്കി വിടും. അപ്പോൾ എലനോർ ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആവും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അയാൾ വന്ന് സോറിയൊക്കെ പറയുമെങ്കിലും എലനോർ ഇതിൻ്റെ വിഷമത്തിലാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ എലനോർ അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഇയാൾ കാറുമായിട്ട് വന്നിട്ട് എലനോറിൻ്റെ അടുത്ത് നിർത്തും. എന്നിട്ട് പറയും, എലനോർ ഇന്ന് ഡിന്നർ എൻ്റെ കൂടെ ആവാം, എൻ്റെ കൂടെ വരൂ എന്ന് പറയും. അപ്പോൾ എലനോർ പറയും, സാർ ഞാൻ വെറും ഒരു ബീറ്റ് പോലീസ് ഓഫീസറാണ്, താങ്കൾ എന്നിട്ടും എന്നെ താങ്കളുടെ ടീമിലിട്ടത് എന്നെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി, ഞാൻ താങ്കളുടെ കൂടെ വരില്ല എന്ന് പറയും. അപ്പോൾ ലമാർക്ക് പറയും, ഹലോ മിസ്, ഞാൻ മാരീഡാണ്, ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് ഡിന്നർ കഴിക്കാൻ വിളിക്കുന്നത്, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. അങ്ങനെ എലനോർ കൺവിൻസ്ഡ് ആവും. അവർ അയാളുടെ കൂടെ യാത്ര ചെയ്യും. അപ്പോൾ യാത്രക്കിടയിലുള്ള സംസാരത്തിനിടയിൽ എലനോർ മനസ്സിലാക്കും, ഇയാളൊരു ഗേ ആണ്, ഇയാളൊരു ഗേ കപ്പിളായിട്ട് ഒരു ആണിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കും. അപ്പോൾ അവൾ അയ്യോ ഇയാളെ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ അവർ ഭക്ഷണം കാണിക്കുന്ന അവഗണന, ഈ രാജ്യം കാണിക്കുന്ന ക്രൂരതകളൊക്കെയാണ് അയാളെ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. ഞാൻ നിശ്ചയമായിട്ടും വിചാരിക്കുന്നത് ഈ കില്ലർ വേറൊരു സ്ഥലത്തു നിന്നുള്ളതാണ്. അപ്പോൾ അവരും കേട്ടപ്പോൾ ശരിയാണ്, അതും ഒരു സാധ്യതയാണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെയുള്ള ജനങ്ങളോട് അയാൾക്ക് ഇത്ര ദേഷ്യമെന്ന് തോന്നി. ഭക്ഷണത്തിന് ശേഷം ലമാർക്കിൻ്റെ ഹസ്ബൻഡ് ഉറങ്ങാൻ പോയി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സീനാണ്. അതായത് ഈ സീനിൽ ലമാർക്ക് ചോദിക്കും, ഞാൻ ഇന്ന് എലനോറിനോട് ദേഷ്യപ്പെട്ടത് എനിക്ക് നേരത്തെ ആ ഫയൽ കൊണ്ട് തരാത്തതുകൊണ്ട് മാത്രമല്ല, ഞാൻ ഇന്ന് എലനോറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. എലനോർ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു അല്ലേ എന്ന് ചോദിക്കും. അപ്പോഴേ എലനോർ ഷോക്കാവും. അവൾ ഭയങ്കരമായിട്ട് മെൻ്റലി ഡൗൺ ആകും. കാരണം അങ്ങനെ ഒരു പാസ്റ്റ് അവൾക്കുണ്ട്. അവൾ ചെറുപ്പം മുതലേ ഡ്രഗ് അഡിക്റ്റാണ്. അതുകൊണ്ടാണ് അവൾ ജീവിതത്തിൽ ഒന്നും ആവാതെ ഒരു ബീറ്റ് പോലീസ് ഓഫീസറായി പോയത്. കാരണം ഒരു കോളേജ് ഡിഗ്രി പോലും ഇല്ലാത്ത ആൾക്കാണ് ബീറ്റ് പോലീസർ ആവാൻ പറ്റുന്നത്. അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി. അപ്പോൾ പറയും, നിങ്ങളൊരു ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിൽ അത് എന്നോട് മുമ്പേ പറയേണ്ടിയിരുന്നു. ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ എൻ്റെ ടീമിലെ അംഗങ്ങളെ പറ്റി മറ്റുള്ളവർ അന്വേഷിക്കും. അപ്പോൾ ഈ ഡ്രഗ് അഡിക്റ്റ് റെക്കോർഡൊക്കെ അവർ കണ്ടാൽ അത് എനിക്കാണ് കുറച്ച്, നിങ്ങളത് എൻ്റെ അടുത്ത് മുമ്പേ പറയണമായിരുന്നു എന്ന് പറയും. ഈ എലനോർ സ്വയം ഇങ്ങനെ വേദനിപ്പിക്കുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ, ആ ഒരു ദേഷ്യം ഈ കേസ് പെട്ടെന്ന് തെളിയിക്കാനായിട്ട് ഉപയോഗിക്കണം, ആ കില്ലറിനെ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കണം. സ്വയം പുഷ് ചെയ്തുകൊണ്ടേയിരിക്കുക അതുകൊണ്ട് എലനോറിൻ്റെ ഈ ഒരു മാനസികാവസ്ഥ, ഈ ഒരു ഫ്രസ്ട്രേഷൻ, അത് നമ്മുടെ കേസിന് ഗുണം ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്ന് ഉപദേശിക്കും. അടുത്ത ഉടനെ കാണിക്കുന്നത് ഒരു മാളാണ്. അപ്പോൾ മാളിൽ ഒരാൾ ട്രയൽ റൂമിൽ പോകാൻ നേരത്തെ ഡ്രസ്സ് ഊരി വെച്ചത് ആരോ മോഷണം പോയി എന്ന് പറയുന്നത് കാണിച്ചിട്ടാണ് സീൻ തുടങ്ങുന്നത്. പിന്നെങ്കിലും പോലീസുകാർ നിർബന്ധിച്ച് അവൻ്റെ ബാഗ് തുറന്നു നോക്കും. പക്ഷേ അവൻ്റെ ബാഗിൻ്റെ അകത്തുനിന്നൊരു തോക്കെടുത്തിട്ട് അവൻ ആ പോലീസുകാരെ എല്ലാം വെടിവെക്കും. പോലീസുകാരെ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന സിവിലിയൻസിനെ മൊത്തം വെടിവെക്കും. അപ്പോൾ ഇന്നലെ വെടിവെച്ച സൈക്കോ കില്ലർ ഇവനാവാനാണ് സാധ്യത. ഇതേ സമയം നമ്മുടെ നായിക ഈ തോക്ക് വിറ്റ കടകൾ അന്വേഷിച്ച് നടക്കുകയാണ്. ഇന്നലെ ആ കില്ലർ ഉപയോഗിച്ചിരുന്ന സ്നൈപ്പർ എവിടെ നിന്നായിരിക്കും അയാൾ വാങ്ങിച്ചിട്ടുണ്ടാവുക. മാത്രമല്ല ഇവൻ ഉപേക്ഷിച്ചൊരു ഷർട്ട് അവിടെ നിന്ന് പോലീസിന് കണ്ടെത്താനായി. അതുമാത്രമല്ല CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇവനൊരു വെജിറ്റേറിയനാണ്, മീറ്റൊന്നും കഴിക്കുന്നില്ല. ഇവൻ ആ സാൻഡ്വിച്ചിലേക്ക് മീറ്റ് മാറ്റിയിട്ട് വെജിറ്റബിൾ മാത്രം എടുക്കുന്നു. അപ്പോൾ ഈ സൈക്കോ കില്ലർ ഒരു സൈക്കോ ആണെന്ന് മാത്രമല്ല, അവൻ വെജിറ്റേറിയനുമാണ്. അപ്പോൾ നമ്മുടെ ഈ പാർട്ട് വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അടുത്ത പാർട്ട് ഉടനെ ഇറങ്ങും. സോ വെയിറ്റ് ആൻഡ് വാച്ച്.